السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. وأفضل الصلاة وأتم السلام على سيدنا محمد أفضل رسل الله وعلى آله وأصحابه الفائزين برضا الله. أما بعد. പ്രിയമുള്ള സഹോദരങ്ങളെ, റമദാൻ മാസത്തിലെ നോമ്പ് അത് റമദാൻ മാസം സബറിൻ്റെ മാസമാണ്, ക്ഷമയുടെ മാസമാണ് എന്ന് നമ്മൾ പറഞ്ഞു. അതിൻ്റെ തുടർച്ചയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ക്ഷമിക്കേണ്ടതുണ്ട്. നോമ്പെടുത്തുകൊണ്ട് ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. നോമ്പെടുക്കൽ തന്നെ പ്രയാസമാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അതോടൊപ്പം ജോലിയും കൂടി നിർവഹിക്കുന്ന ആളുകൾക്ക് ഒരുപാട് കാര്യങ്ങൾ ക്ഷമിക്കേണ്ടതുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടതുണ്ട്. അതിനൊക്കെ അർഹമായ പ്രതിഫലം ക്ഷമിച്ചവർക്ക് അല്ലാഹു തആല നൽകും. ഇന്നമാ യുവഫസ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. തീർച്ചയായും ക്ഷമിക്കുന്ന ആളുകൾക്ക് അവരുടെ പ്രതിഫലം കണക്കൊന്നും നോക്കാതെ അല്ലാഹു തആല പൂർത്തിയാക്കി കൊടുക്കും. കണക്കൊന്നുമില്ല, ആരിക്കോരി കൊടുക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് നമുക്ക് ക്ഷമ അത്യാവശ്യമാണ്. എന്തെല്ലാം പ്രയാസങ്ങൾ നമുക്കുണ്ടാകും. രോഗം കൊണ്ട് വിഷമിക്കുന്നവർ, അതുപോലെ തന്നെ മറ്റ് പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്ന ആളുകൾ, ഇതിലൊക്കെ ക്ഷമിച്ചുകൊണ്ട് ഈ റമദാനിലെ നോമ്പ് നോൽക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇബാദത്തുകൾ മേൽ ക്ഷമിക്കുക, തെറ്റുകുറ്റങ്ങളെ തൊട്ട് ക്ഷമിക്കുക, ഇബാദത്തുകളെ മേൽ ക്ഷമിക്കുക. റബ്ബിന് ഇബാദത്ത് ചെയ്യുന്നതിലായിട്ട് അതിനും വേണം ക്ഷമ. ഒരു നോമ്പെടുത്തത് കൊണ്ടായില്ല, നോമ്പിൻ്റെ മഹത്വം മനസ്സിലാക്കി ഇബാദത്ത് കൊണ്ട് ധന്യമാവണം. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണം. അതുപോലെ ദിക്റുകളും സലാത്തുകളും തസ്ബീഹുകളും ഒക്കെ ചെയ്യണം. സുന്നത്തുകൾ, നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കണം. ഇതിനെല്ലാം നമുക്ക് ക്ഷമ ആവശ്യമാണ്. അന്നപാനീയങ്ങൾ ഒഴിവാക്കുന്നതിനെ പറ്റി അല്ലാഹു തആല പറഞ്ഞു, തുമ്മ അതിമ്മുസ്സിയാമ ഇലല്ലയിൽ. പിന്നെ നിങ്ങൾ നോമ്പ് പൂർത്തിയാക്കണം രാത്രി വരെ. ഫജറു സാദിഖ് വെളിവായത് മുതൽ അസ്തമയം പൂർണ്ണമാകുന്നത് വരെ നമ്മൾ അന്നപാനീയങ്ങളൊക്കെ ഒഴിവാക്കണം. അതുപോലെ മറ്റ് വികാരങ്ങളൊക്കെ ഒഴിവാക്കണം. അതിനിടക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നോമ്പ് തുറക്കുന്ന സമയം എപ്പോഴാണ് നോമ്പ് തുറക്കേണ്ടത്? പണ്ഡിതന്മാർ പറഞ്ഞതായിട്ട് കാണാം, ഇദാ തഹഖഖൽ ഖുറൂബ്. ഖുറൂബ് ഉറപ്പായി കഴിഞ്ഞാൽ നോമ്പ് തുറക്കുക. ഖുറൂബ് ഉറപ്പാവണം. ഇപ്പോൾ ഒരുപാട് ആളുകൾ ശ്രദ്ധിക്കാതെ പോകുന്നൊരു വിഷയമാണ്. പള്ളിയിൽ നിന്നൊരു മൈക്കൻ്റെ സൗണ്ട് കൊണ്ട് മുട്ടുമ്പോഴേക്ക്, അല്ലെങ്കിൽ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോഴേക്ക് നോമ്പ് തുറക്കുക.
ഒരു ലേശമൊന്ന് സബൂറും അവിടെ ആവശ്യമാണ്. നമ്മുടെ നാട്ടിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ മറ്റു വിഭാഗം നോൺ സുന്നികളായ ആളുകൾ, അവർക്കും ബാങ്കൊക്കെ ഉണ്ടല്ലോ. അവർ നേരത്തെ ബാങ്ക് വിളിക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അവരെ ബാങ്ക് കേട്ടേക്കാൻ നോമ്പ് തുറക്കാൻ നിൽക്കണ്ട. എത്രയോ അനുഭവത്തിലൂടെ അവരെ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് സൂര്യനെ കണ്ട് അനുഭവങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ്. സൂര്യൻ അസ്തമിച്ചിട്ടില്ല, പൂർണ്ണമായിട്ടും അസ്തമിച്ചിട്ടില്ല, അതിന് മുമ്പായിട്ടാണ് ബാങ്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇത് കണക്കൊക്കെ വെച്ചിട്ട് ക്ലോക്കിലൊക്കെ ചിലപ്പോൾ ക്ലോക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിലപ്പോൾ ആണ്ട് കൊണ്ടൊക്കെ പിന്നെ വ്യത്യാസപ്പെടാനൊക്കെ സാധ്യത ഉണ്ട്. എങ്ങനെ ആയാലും ഇപ്പോൾ നമുക്ക് അസ്തമനം നമുക്ക് കാണാൻ കഴിയില്ലല്ലോ. ചിലപ്പം കാണാൻ പറ്റുന്ന സ്ഥലങ്ങളും ഉണ്ടാവും, അല്ലാത്ത സ്ഥലത്തുള്ളവർക്ക് പിന്നെ ബാങ്കിനെ പിന്നെ യോഗ്യമായ ഒരാളുടെ ബാങ്ക് നമുക്ക് പരിഗണിക്കാം. പക്ഷെ ബാങ്ക് കൊടുത്തിങ്ങോട്ട് തുടങ്ങുമ്പോഴേക്ക് അപ്പോഴേക്ക് പറക്കരുത്. കുറച്ചാണ്ട് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, എവിടെ ആയാലും ഗൾഫ് നാട്ടിലായാലും മറ്റുള്ള നാടുകളിലായാലും എവിടെയായാലും അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം അതുവരെ നമ്മൾ പട്ടിണി കിടന്നിട്ട് 1 സെക്കൻഡ് 2 സെക്കൻഡ് കൊണ്ട് നമ്മളെ പിന്നെ നോമ്പ് നഷ്ടപ്പെടുത്തണ്ടല്ലോ. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉറൂബിൻ്റെ സമയത്ത് ഉറൂബ് ബാങ്ക് കേട്ടേക്ക് അല്ലെങ്കിൽ മൈക്കൻ്റെ സൗണ്ട് മൈക്ക ഓണാക്കുന്നത് കേട്ടുകൊണ്ടൊന്നും നോമ്പ് തുറക്കാൻ നിൽക്കരുത്. കുറച്ചങ്ങ് പോയിട്ട് പിന്നെ ആ സമയത്ത് നമ്മൾ പ്രത്യേകം നമ്മൾ ഗവനിക്കാതെ പോകുന്നൊരു വിഷയമാണ് ബാങ്കിന് ഇജാബത്ത് ചെയ്യാന്നുള്ളത്. ഈ തിരക്കിൽ നോമ്പ് തുറക്കുന്ന തിരക്കാണ്. അപ്പോൾ ഈ ബാങ്കിന് ഇജാബത്ത് ചെയ്യുന്ന ഒരു പരിപാടി ആ സമയത്ത് പലരും കാണുന്നില്ല. ബാങ്കിന് ഇജാബത്ത് കൊടുക്കണം. അത് ആ നോമ്പ് തുറക്കാണിച്ചിട്ട് ബാങ്കിന് ഇജാബത്ത് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അത് കൊടുക്കണം. ബാങ്കുകാരൻ പറയുന്നത് പോലെ പറഞ്ഞ് അവർക്ക് ഇജാബത്ത് ചെയ്യണം. ബാങ്കിൻ്റെ ശേഷമുള്ള ദുആ നിർവഹിക്കണം. നോമ്പുകാരനക്ക് പ്രത്യേകിച്ച് ആ സമയത്ത് നോമ്പ് തുറക്കണ നേരത്ത് തട്ടപ്പെടാത്ത ദുആയുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. 10 പ്രത്യേക ഇജാബത്ത് കിട്ടുന്ന ദുആയുടെ ടൈമാണ്. അതൊന്നും നമ്മൾ ഉപയോഗപ്പെടുത്താറില്ല. നമുക്ക് ഇങ്ങോട്ട് എന്ത് ചെയ്യണം, നമ്മൾ അപ്പോഴേക്ക് നമ്മളെ പിന്നെ വയറ് നിറക്കാനുള്ള അല്ലെങ്കിൽ നമ്മളെ ദാഹം തീർക്കാനുള്ള തിരക്ക്. അപ്പം ആ സമയത്തൊരു സബൂർ നമുക്ക് ആവശ്യമാണ് എന്നപ്പോൾ ഈ പറഞ്ഞത്. ക്ഷമയെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ആ സമയത്ത് നോമ്പ് തുറക്കുക. ഇപ്പം ഏതായാലും നോമ്പിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നോമ്പ് തുറക്കുന്നതിനെ പറ്റി ഒന്ന് പറയാം. അപ്പം ഇങ്ങനെ നോമ്പ് തുറക്കുന്ന സമയത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, ഉറൂബ് പൗതിയായി, അതായത് സൂര്യൻ്റെ പരിപൂർണമായും സൂര്യൻ മറയുക. അതാണ് ഇപ്പം അസ്തമനം എന്ന് പറഞ്ഞത്. പൗതി പറഞ്ഞാൽ പോരാ, പരിപൂർണമായും സൂര്യൻ മറഞ്ഞതിൻ്റെ ശേഷമാണ് നോമ്പ് തുറക്കേണ്ടത്. അപ്പം അതിനാണ് നമ്മൾ ആ സമയത്ത് കുറച്ചൊന്നും ചെയ്യണം, സൂക്ഷ്മത പാലിക്കണം എന്ന് പറയുന്നത്. പെട്ടെന്ന് കണ്ട് അല്ലാഹു അക്ബർ പറഞ്ഞേക്കതിനെ നോമ്പ് തുറക്കാൻ നിൽക്കരുത് എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. കുറച്ചാണ്ട് കഴിഞ്ഞിട്ടാണെങ്കിൽ ബാങ്ക് കൊടുത്ത് കഴിഞ്ഞിട്ടാലും കുഴപ്പമില്ല, ബാങ്കിന് ഇജാബത്ത് ചെയ്ത് ബാങ്ക് കൊടുത്ത് തീർന്നേക്കുക എന്നോട് പറഞ്ഞാൽ മതി. പിന്നെ ഉറപ്പായി കഴിഞ്ഞാൽ പിന്നെ നോമ്പ് നോമ്പ് തുറക്കലിനെ പിന്തിപ്പിക്കൽ ശരിയല്ല. പെട്ടെന്ന് എന്ത് ചെയ്യണം, നോമ്പ് തുറക്കൽ തന്നെയാണ് ഏറ്റവും അഫ്ളൽ. ലാ യസാലുന്നാസ് ബിഖൈരിൻ മാ അജ്ജലുൽ ഫിത്ർ. ഫിത്ർ ഉളറിപ്പിക്കുന്നിടത്തോളം ജനങ്ങൾ ഖൈറിലായിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസിൽ കാണാം. നോമ്പ് തുറക്കലിനെ ഉളരിപ്പിക്കുക എന്നുള്ളത് സുന്നത്താണ്. ഉളരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഉറൂബ് പൂർണ്ണമാകുന്നതിന് മുമ്പ്, അസ്തമനം പൂർണ്ണമാകുന്നതിന് മുമ്പ് തുറക്കുക എന്നല്ല. അസ്തമനം പൂർണ്ണമായതിന് ശേഷം പിന്നെ പിന്തിപ്പിക്കുന്നത് ശരിയല്ല. വേഗം തന്നെ നോമ്പ് തുറക്കണം എന്നാണ്. എന്ന് പറഞ്ഞാൽ നോമ്പ് തുറക്കണം എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ വയറ് നിറച്ച് ഫുള്ളാക്കണം എന്നല്ല. നോമ്പ് തുറക്കേണ്ടത് എന്തുകൊണ്ടാണ്? നോമ്പ് തുറക്കേണ്ടത് അഫ്ളലായത് റുതബാണ്. റുതബ് എന്ന് പറഞ്ഞാൽ ഈത്തപ്പഴത്തിൻ്റെ പകുതി ഭാഗം പഴുത്ത ഈത്തപ്പഴം, അതാണ് റുതബ്. അതിന് മേൽ അതില്ല എന്നുണ്ടെങ്കിൽ പിന്നെ തമറാത്താണ്, പിന്നെ ഉണങ്ങിയ ഈത്തപ്പഴം. ആ ഈത്തപ്പഴത്തിനാണ്, അതിൻ്റെ മേലാണ് നോമ്പ് തുറക്കേണ്ടത്. അതാണ് ഏറ്റവും അഫ്ളൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൻ്റെ മേലായിരുന്നു
നോമ്പ് തുറന്നിരുന്നത് എന്ന് ഹദീസിൽ കാണാം. ആരോഗ്യപരമായും കാരക്ക കൊണ്ട് തമറിൻ്റെ മേൽ നോമ്പ് തുറക്കുന്നത് വളരെ പുണ്യമുള്ള കാര്യമാണ്, ആരോഗ്യത്തിന് തന്നെ ഗുണകരമാണ് എന്നൊക്കെ തെളിയിക്കപ്പെട്ടതാണ്. അതാണ് ഏറ്റവും അഫ്ദലി വലൗ മിൻ മാഇ സംസം. സംസം വെള്ളം കൊണ്ട് നോമ്പ് തുറക്കുന്നതിനേക്കാളും അഫ്ദലാണ് കാരക്കയുടെ മേൽ, ഈത്തപ്പഴത്തിൻ്റെ മേൽ നോമ്പ് തുറക്കുക എന്നുള്ളത്. അപ്പോൾ ഈത്തപ്പഴത്തിന് മേൽ നോമ്പ് തുറക്കുക, അത് സുന്നത്താണ്. പിന്നെ വെള്ളം കുടിക്കുക, തന്നെ വെള്ളമാണ് കുടിക്കേണ്ടത്. ആ സമയത്തുള്ള ഈ നാരങ്ങ വെള്ളവും മറ്റേ വെള്ളവും എല്ലാം ആ സമയത്ത് കുടിക്കേണ്ടതല്ല. പക്ഷെ ഇതൊന്നും പറഞ്ഞിട്ട് ആളുകൾക്ക് എന്താകുന്നില്ല, അതൊന്നും ശരിയാകുന്നില്ല. ആളുകൾക്ക് അതൊന്നും കൊണ്ട് കുടിക്കൂല. അസമയത്ത് വയറ് കാര്യമായി കിടക്കുന്ന സമയത്ത് ഈ ആസിഡ് പോലുള്ള ഈ ചെറുനാരങ്ങയുടെ നീരൊക്കെ കണ്ട് കുടിക്കുക എന്ന് പറഞ്ഞാൽ വലിയ വിഷമമുള്ള കാര്യമാണ്, ആരോഗ്യത്തെ ബാധിക്കുന്ന കാര്യമാണ്. ആ സമയത്ത് വല്ല ജ്യൂസുകളോ അതുപോലെ തന്നെ നല്ല വെള്ളമോ, ശുദ്ധമായ വെള്ളം കുടിക്കുക, അതാണ് ഏറ്റവും ഗുണകരമായിട്ടുള്ളത്. പിന്നെ നോമ്പ് തുറന്ന ഉടനെ ചെല്ലൽ സുന്നത്തുണ്ട്. എന്ത്? അല്ലാഹുമ്മ ലക സുംതു വഅലാ റിസ്ഖിക അഫ്തർത്ത്. അള്ളാഹുവെ നിനക്ക് വേണ്ടി ഞാൻ നോമ്പെടുത്തു, വഅലാ റിസ്ഖിക അഫ്തർത്തു, നിന്റെ റിസ്കിൻ്റെ മേൽ ഞാൻ നോമ്പ് തുറക്കുകയും ചെയ്തു. നിനക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ നിന്റെ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നോമ്പെടുത്തത് നിന്റെ ഭക്ഷണത്തിൻ്റെ മേലാണ്. അള്ളാഹു തരുന്ന റിസ്ക്കാണ്. ചിലപ്പോൾ ഏതെങ്കിലും മാർഗത്തിന് കിട്ടിയതായിരിക്കും, വേറെ വഴിക്ക് വന്നതായിരിക്കും, എങ്ങനെ ആയാലും നമ്മൾ സ്വന്തം ഉണ്ടാക്കിയതായിരിക്കും. ഏതാവട്ടെ, നമ്മുടെ മുന്നിൽ കിട്ടിയ ആ റിസ്ക്ക് അള്ളാഹു നമുക്ക് നൽകിയതാണ്. അപ്പം ആ റിസ്ക്കിൻ്റെ മേലിൽ അള്ളാഹുവെ നിൻ്റെ റിസ്ക്കിൻ്റെ മേലിൽ ഞാൻ നോമ്പ് തുറന്നു. പിന്നെ വെള്ളം കൊണ്ട് നോമ്പ് തുറന്നവന് ദഹബല്ലത്തിൽ ഉറൂഖു വസബത്തൽ അജ്റു ഇൻഷാ അള്ളാഹ് എന്നും കൂടിയൊക്കെ പറയൽ സുന്നത്തുണ്ട്. അതൊന്നും ഫുള്ളായി പറഞ്ഞില്ലെങ്കിലും അല്ലാഹുമ്മ ലക സുംതു വഅലാ റിസ്ഖിക അഫ്തർതു എന്നും പറയണം. പിന്നെ ഈ അത്താഴത്തിൻ്റെ അവിടെയാണ്. അത്താഴം കഴിച്ചിട്ടാണ് നമ്മൾ നോമ്പ് തുടങ്ങുന്നത്. ഫജർ സാദിക്ക് വെളിവാകുന്നതിന് മുമ്പ് അവിടെ സൂക്ഷ്മത പാലിക്കേണ്ടത്, പറ്റ സുബഹി ബാങ്ക് കൊടുക്കാൻ കാത്തിക്കണ്ട. അതിൻ്റെ മുമ്പായിട്ട് അത്താഴം കഴിക്കൽ തീരണം. ഒരു 10 മിനിറ്റ് മുമ്പെങ്കിലും നമ്മൾ അത്താഴം കഴിച്ച് തീരണം. അതവിടെ ഒരു സൂക്ഷ്മത പാലിക്കുന്നത് നല്ലതാണ്. പിന്നെ അവിടെയും ഈ നേരത്തെ പറഞ്ഞ മാതിരി ഫജർ സാദിക്ക് സുബഹി കണക്കാക്കണ ഈ ഫജറിൻ്റെ ഉദയം നേരത്തെ വരണുണ്ടോ ഇല്ലേ എന്നുള്ള സംശയമുള്ള ഒരു സന്ദർഭമാണല്ലോ. അപ്പോൾ ബാങ്കിൻ്റെ മുമ്പായിട്ട്, ബാങ്കിന് ഇപ്പോൾ ഫജർ സാദിക്ക് വെളിവായാലാണ് സുബഹി ബാങ്ക് കൊടുക്കൽ. അതിൻ്റെ സമയമൊക്കെ നമ്മൾ നേരത്തെ കണക്കാക്കി വെച്ചതാണ്, കണക്കുകളാണ്. അപ്പം അതിനിടക്ക് ചിലപ്പോൾ ഇങ്ങോട്ടാകാൻ അങ്ങോട്ട് സാധ്യത ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് സൂക്ഷ്മത അവിടെ ഒരു 10 മിനിറ്റ് മുമ്പായിട്ട് എന്ത് ചെയ്യുക, അത്താഴം കഴിക്കുക എന്നുള്ളതാണ്. അത്താഴം കഴിക്കുക എന്ന് പറഞ്ഞാൽ അത്താഴം അത്തിപ്പഴത്തോടെ എന്നൊരു പഴയ ചെല്ലുണ്ട്. ഏത് പഴയാലും ആ സമയത്ത് എന്തെങ്കിലും കുറച്ച് വെള്ളമെങ്കിലും കുടിച്ചിട്ട്, അല്ലെങ്കിൽ ഒരു കട്ടൻ ചായെങ്കിലും കുടിച്ചിട്ട് അത്താഴം കഴിക്കൽ സുന്നത്താണ്. തസഹറു ഫൈന ഫിസ്സുഹൂരി ബറക്ക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസിൽ കാണാം, നിങ്ങൾ അത്താഴം കഴിക്കുക, അത്താഴത്തിൽ ബറക്കത്തുണ്ട് എന്നാണ്. അത്താഴം കഴിച്ചാൽ തന്നെ നോമ്പിനൊരു ശക്തി കൂടുതലായിട്ട് കിട്ടും. ഈ എപ്പോഴാണ് അത്താഴം കഴിക്കേണ്ടത്, സമയം എപ്പോഴാണ് തുടങ്ങൽ? അത് ബഅദ നിസ്ഫിൽ ലൈലി, പാതിരാക്ക് ശേഷമാണ്. അതിൻ്റെ മുമ്പ് ഭക്ഷണം കഴിച്ചു തുടങ്ങിയാലൊന്നും അത്താഴത്തിൻ്റെ കൂലി കിട്ടൂല. പാതിരാക്ക് ശേഷം, രാവ് പൗതിയായതിന് ശേഷം എപ്പോൾ കഴിച്ചാലും അത്താഴത്തിൻ്റെ കൂലി കിട്ടും. ഇപ്പം നേരത്തെ സുബീൻ്റെ ഒരു 2 ബാങ്ക് കൊടുക്കുന്നതിൻ്റെ ഒരു 10 മിനിറ്റ് മുമ്പെങ്കിലും അത്താഴം കഴിച്ച് തീരുക, ആ സുന്നത്ത് നമ്മൾ നിർവഹിക്കുക. എന്നതിന് ശേഷം പിന്നെ സുബഹി നിസ്കരിക്കുക, ബാങ്ക് കൊടുത്ത് ബാങ്ക് കാത്തിരിക്കുക, സുബഹി നിസ്കരിക്കുക. സുബഹി നിസ്കരിച്ച പാട് കിടന്നുറങ്ങുക, അത് നമ്മൾ ഒഴിവാക്കണം കഴിവതും. സുബഹി നിസ്കരിച്ച പാട് രാത്രി ഇപ്പോൾ പറയാൻ കുറച്ചൊക്കെ സമയത്ത് നേരത്തെ ഉറങ്ങിയിട്ടുണ്ടാവില്ല, പിന്നെ അത്താഴത്തിന് എണീച്ച് കുറച്ചൊക്കെ ഉറക്കം നമുക്ക് നഷ്ടപ്പെടും. ഞാൻ പറഞ്ഞത് ഇതിന് കുറച്ചൊക്കെ പ്രയാസങ്ങളുണ്ട് എന്നുള്ളത്. പ്രയാസങ്ങൾ ക്ഷമിക്കേണ്ട മാസമാണ്.
ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് നോമ്പ് പിന്നെ സുബഹിസ്കാരം കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ചവിടെ ഇരിക്കുക എന്നുള്ളത് ഒരു പ്രയാസമുള്ള കാര്യം തന്നെയാണ്. പക്ഷെ ആ പ്രയാസം നമ്മൾ അനുഭവിക്കണം, അത് ക്ഷമിക്കണം, എന്നാലേ അതുകൊണ്ട് കാര്യമുള്ളൂ. സുബഹി നിസ്കരിച്ച പാട് പ്രത്യേകം സുബഹി നിസ്കരിച്ചിട്ട് സൂര്യൻ ഉദിക്കുന്നത് വരെ ഒരിക്കലും ഉറങ്ങിപ്പോകരുത്. ആ സമയം നമ്മുടെ റിസ്ക് വിശാലമാകേണ്ട ടൈമാണ്. റിസ്ക്കിൻ്റെ കാരണമാണ്, റിസ്ക് കിട്ടാനുള്ളൊരു കാരണമാണ്. അല്ലെങ്കിൽ ആ സമയത്ത് നമ്മൾ ഉറങ്ങിപ്പോയാൽ നമ്മുടെ റിസ്ക് തടയപ്പെടാൻ അത് കാരണമായി തീരും. അപ്പം അതുകൊണ്ട് സുബഹി നിസ്കരിച്ച് ഉടനെ ഉറങ്ങരുത്. ഇത് എന്നെ കേൾക്കുന്ന എല്ലാ ആളുകളോടും എൻ്റെ നഫ്സിനോടും ഞാൻ വസിയത്ത് ചെയ്യുകയാണ്. ആ സമയത്ത് നമ്മൾ കുറച്ച് ഖുർആൻ ഓതുക. സുബഹിസ്കാരം കഴിഞ്ഞിട്ട് ഒരു കുറച്ച് സമയമല്ലേ വേണ്ട സൂര്യോദിക്കാൻ. ആ സമയം വരെ എങ്ങനെയാണ് നമ്മളെന്ത് ചെയ്യുക, ഖുർആൻ ഓതി കൊണ്ടോ ദിക്ർ വേണ്ടിയിട്ടൊക്കെ ഇരിക്കുക. കുറച്ച് വിഷമം ഉണ്ടാവും. അങ്ങനെ ശീലമുള്ളവർക്ക് അത് മാറ്റിയെടുക്കാനും കുറേ പ്രയാസം ഉണ്ടാവും. പിന്നെ ഉറങ്ങിക്കോളി, പിന്നെ അതിന് ശേഷം ഉറങ്ങാം, അതിന് പ്രശ്നമില്ല. സൂര്യ ഉദിച്ച് 2 റക്അത്ത് ഇശ്റാഖ് നമസ്കാരം നിസ്കരിച്ചുകൊണ്ട് ഉറങ്ങിയാലോ, സൂര്യ ഉദിച്ചിട്ട് ഒരു 20 മിനിറ്റും കൂടി കാത്തിരുന്നാൽ ഇശ്റാഖിൻ്റെ ടൈമായി. ഇപ്പം ഇശ്റാഖ് നമസ്കാരം നിസ്കരിച്ചാലോ ഹജ്ജ് ഉംറയൊക്കെ ചെയ്ത കൂലിയും കിട്ടും. ഇത്ര മഹത്തരമാണ്. അതൊന്നുമില്ലെങ്കിലും ഞാൻ നിസ്കാരം നിസ്കരിക്കണില്ല, ദുഹ നിസ്കരിക്കുക കുറച്ചും കൂടി കഴിഞ്ഞിട്ട് പിന്നെ നിസ്കരിച്ചാൽ മതി വെക്കുകയാണെന്നാലും കുഴപ്പമില്ല. എന്നാലും സൂര്യ ഉദിക്കുന്നത് വരെ ഉറങ്ങരുത്. അതിന് മുമ്പായിട്ട് നമ്മൾ ഓതേണ്ടതും കാര്യങ്ങളും ദിക്റും ഖുർആനും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരുന്ന് ആ സമയം നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഇതിന് കുറച്ച് ക്ഷമ ആവശ്യം തന്നെയാണ്. അതിന് ശേഷം പിന്നെ നമുക്ക് ഉറങ്ങാൻ സമയമുണ്ട്, ആ സമയത്ത് നമുക്ക് ഉറങ്ങാം. അതാണ് ഏറ്റവും ഖൈറ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ മാസത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറായ കാര്യങ്ങൾ കൂടുതൽ ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ എല്ലാ അമലുകളും നീ കബൂലാക്കണേ അല്ലാഹ്. പരിശുദ്ധ റമദാനിലെ നോമ്പും നിസ്കാരവും മറ്റേ ഇബാദത്തുകളും ഞങ്ങളിൽ നിന്ന് പരിപൂർണമായി സ്വീകരിക്കണേ അല്ലാഹ്. അതിൻ്റെ ന്യൂനതകൾ പരിഹരിച്ച് നീ സ്വീകരിക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, നീ തള്ളിക്കളഞ്ഞാൽ അത് ഏറ്റെടുക്കാൻ വേറെ ആരുമില്ല റബ്ബേ. നീ തന്നെയാണ് അതിന് പ്രതിഫലം നൽകാനുള്ളത്. ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ മാഫാക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിൽ ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് എൻ്റെ പൊരുത്തത്തിലായി നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഞങ്ങളെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും റബ്ബേ നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. അവരുടെ ബർസഖിയായും വേറെ സന്തോഷത്തിലാക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് എപ്പോഴാണ് മരണം നീ കണക്കാക്കിയത് ഞങ്ങൾക്കറിയില്ല റബ്ബേ. ഏത് സമയത്ത് ആയാലും റബ്ബേ എൻ്റെ കരിമ ചൊല്ലി മരിക്കാനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാഹ്. നല്ല മരണം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. നല്ല ദിവസങ്ങളിൽ ഞങ്ങളെ നീ മരിപ്പിക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, രോഗം കൊണ്ട് വിഷമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് റബ്ബേ. അവരുടെ രോഗങ്ങളൊക്കെ നീ ശിഫയാക്കണേ അല്ലാഹ്. മാരകമായ രോഗങ്ങളെ തൊട്ട് കാത്ത് രക്ഷിക്കണേ അല്ലാഹ്. എല്ലാ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തിനും പൊറുക്കണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.